ശ്രീ ഷാഫി ചാലിയം, പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞത് നല്ല പര്യവസാനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് ഈ നല്ല പര്യവസാനം എന്ന് പറയുന്നത്? അൻവറിന് അനുകൂലമായിട്ടാണ് ലീഗ് ആദ്യം മുതലേ നിൽക്കുന്നതെന്നും അൻവറിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ലീഗ് നേതാക്കളാണ് എന്നും സൂചനകൾ ഉണ്ടായിരുന്നു. അത് ആദ്യം രണ്ടാം നിര നേതാക്കളായിരുന്നു. പക്ഷേ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അൻവർ അവിഭാജ്യ ഘടകമാണ്. നിലമ്പൂരിൽ ജയിക്കാൻ അൻവർ ഇല്ലാതെ പറ്റില്ല എന്നതാണോ ലീഗിന്റെ ബോധ്യം? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ലീഗ്, കോൺഗ്രസ് എന്നതൊക്കെ പോയി. പിന്നെ UDF എന്ന ഒരൊറ്റ വികാരമേ ഉള്ളൂ. ഈ വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയ പ്രതികരണം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ്. ഇത്തരം തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന കാലത്തൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ കുരുക്കുകൾ അയക്കുക, പരിഹരിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങളോട് പങ്കുവെക്കുക. ഇതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഈ വിഷയത്തിൽ മിസ്റ്റർ അൻവർ അദ്ദേഹം രാജിവെച്ചത് മൂലമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വസീഫ് ഈ കഴിഞ്ഞ 2 ടേമിലായി ഇടതുപക്ഷ MLA ആയിരുന്ന അൻവർ ആ മണ്ഡലത്തിൽ ചെയ്ത സേവനങ്ങളെ ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അത് കുറച്ച് കാണിക്കാൻ സാധിക്കുക? പിന്നെ തുടർ ഭരണം കിട്ടിയത് വസീഫ് തന്നെ പറയുന്നു, ജനങ്ങൾ കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ സർക്കാരിനെ അനുകൂലിക്കുന്നതുകൊണ്ടാണ് തുടർ ഭരണം കിട്ടിയത്. തുടർ വിജയം അൻവറിന് കിട്ടിയത് എങ്ങനെയാണ്? അൻവറിലൂടെയാണ് ഇടതുപക്ഷത്തേക്ക് ഈ നിലമ്പൂർ എന്ന മണ്ഡലം വന്നതെന്ന് ആലോചിക്കണം. അപ്പം അൻവർ നല്ലൊരു ട്രബിൾ ഷൂട്ടറാണ്. അൻവർ അധികാരമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇറങ്ങിപ്പോയിരുന്നത്. അൻവർ ട്രബിൾ ഷൂട്ടറാണ്. അധികാരമുള്ളിടത്തേക്ക് ചാടുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ആണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വഴി ഇടതുപക്ഷത്തേക്ക് ആ മണ്ഡലം വന്നത്. അല്ല, അവിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഒരു ചായക്കോപ്പയിലെ കുടിക്കാറ്റാണ്. അൻവറിന് ഒരുപാട് കഴിവുകളുണ്ട്. അതുപോലെ തന്നെ ചില പക്വത കുറവുകളും ഒന്ന് തുറന്നു പറയണം. അതായത് ഇപ്പോൾ ലീഗാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്ന് വിചാരിക്കൂ. ലീഗിന്റെ സ്ഥാനാർത്ഥി നിങ്ങൾ അങ്ങ് നിശ്ചയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഉടനെ വന്ന് ആ സ്ഥാനാർത്ഥി ശരിയല്ല, അത് LDFുമായി ചർച്ച നടത്തിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അത് മാത്രമല്ല, നിങ്ങൾ ആരെ നിർത്തണം ആദ്യമെന്ന് ഡിക്റ്റേറ്റ് ചെയ്താൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇവിടെ അൻവർ പറഞ്ഞ ഈ കാര്യത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ലീഗാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്ന എന്ത് ചോദ്യം അത് സ്മൃതി? അൻവർ നമ്മുടെ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരിക്കലും അൻവർ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അൻവറിനുള്ള വാല്യൂസ് കാണുമ്പോൾ തന്നെ അൻവറിൻ്റെ ചില അപക്വമായ സമീപനങ്ങൾ അൻവർ ഉപേക്ഷിക്കണം. അൻവറിന് മാത്രമല്ല, അൻവറിനോടൊപ്പം കൂടിയ ഒരുപാട് യുവാക്കളടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയാണ് പ്രയാസം ഉണ്ടാകുന്നത്. അൻവറിൻ്റെ ക്രെഡിബിലിറ്റി താഴോട്ട് പോയാൽ അൻവറിനെ വിശ്വസിച്ച് അൻവറിനോടൊപ്പം കൂടിയ ധാരാളം യുവജനങ്ങളുണ്ട്. അവരൊക്കെ അതിൽ പ്രയാസപ്പെടും. അത് മനസ്സിലാക്കി യുവാക്കളുടെ ഒരു വലിയ പിന്തുണയുണ്ട്, അൻവറിന് അവിടെ ഒരു വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് ലീഗ് കരുതുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ അൻവർ വഴി എത്രയധികം വോട്ടുകൾ സമാഹരിക്കാനാകുമെന്നാണ് കരുതുന്നത്? കാരണം LDFിൻ്റെ ഭാഗമായി അദ്ദേഹം മത്സരിച്ചപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 2700 വോട്ടിന് ഭൂരിപക്ഷമല്ലേ ലഭിച്ചിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ മുന്നണി വിട്ടുപോകുമ്പോൾ, CPMമായി അകന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് CPMൽ നിന്ന് പ്രധാന നേതാക്കളടക്കം തനിക്കൊപ്പം വരുന്നു എന്നാണ്, അണികളും വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യ സമ്മേളനത്തിൽ കണ്ട തിരക്ക് പിന്നെ കണ്ടില്ല. പിന്നെ ആ തിരക്ക് കുറഞ്ഞു വരുന്നു നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അണികളും സംഘവും അദ്ദേഹത്തിനുണ്ടോ? അതായത് അൻവറിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ UDF ആകട്ടെ LDF ആകട്ടെ, ഈ 2 മുന്നണികളിലും ചെറിയ ഘടകകക്ഷികളുണ്ട്. ഒരു പക്ഷേ ആ ഘടകകക്ഷികൾ ഒരു സീറ്റിൽ മത്സരിക്കും. ആ മത്സരിക്കുന്നിടത്ത് തന്നെ അവർ മുഴുവൻ ഉണ്ടാവില്ല. ആ മണ്ഡലത്തിൻ്റെ പുറത്ത് അവരുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. എന്നാൽ പോലും വിജയിച്ചു വന്നാൽ ഒരു മന്ത്രിസ്ഥാനം, അത് UDFിൽ മാത്രമല്ല,
ഇടതുപക്ഷത്തും നമ്മൾ കാണുന്നതാണ്. എന്താ ഇതിന് കാരണം? തെരഞ്ഞെടുപ്പ് വന്നാൽ ഏത് ചെറിയ ഘടകത്തെയും കൂട്ടിപ്പിടിക്കുക എന്നതാണ് വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട സ്ട്രാറ്റജി. അതാണ് BJP ചെയ്തത്. കോൺഗ്രസിന് അങ്ങനെ കൂട്ടിപ്പിടിക്കാൻ കഴിയാതെ പോയതാണ് ആദ്യമായി മോഡി അധികാരത്തിലെത്താനുള്ള കാരണം അന്ന് AK ആൻ്റണിയാണ് ചുമതലപ്പെടുത്തിയത്. ഓരോ പ്രാദേശിക കക്ഷികളെയും രാജ്യത്തെ 30 സ്റ്റേറ്റുകളിലുള്ള ഏത് ചെറിയ ഗോത്രവർഗ കക്ഷിയെ പോലും കൂടെ നിർത്തണം. ആൻ്റണിയിൽ പരാജയമായിരുന്നു, അമിത്ഷാ അതിൽ വിജയിച്ചു. അതുപോലെ കേരള രാഷ്ട്രീയത്തിലും ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നു, മന്ത്രിയാക്കുന്നു. AK ശശീന്ദ്രന് സീറ്റ് കൊടുക്കുന്നു, മന്ത്രിയാക്കുന്നു. ഗണേഷ് കുമാറിന് സീറ്റ് കൊടുക്കുന്നു, മന്ത്രിയാക്കുന്നു. INL സീറ്റ് കൊടുക്കുന്നു, മന്ത്രിയാക്കുന്നു. ആൻ്റണി P രാജുവിന് സീറ്റ് കൊടുക്കുന്നു, മന്ത്രിയാക്കുന്നു. എന്താ ഇവർക്കൊക്കെ പിന്നെ കേരള രാഷ്ട്രീയത്തിലെ പൊട്ടൻഷ്യൽ എന്താ? ചെറുതെങ്കിൽ ചെറിയത് അത് എല്ലാത്തിനും സമാഹരിക്കുക, അതാണ് സ്ട്രാറ്റജി. അതുപോലെ UDFൽ ഞങ്ങൾക്ക് മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസ് അടക്കം ഇവിടുത്തെ പിണറായി സർക്കാരിനോട് ഏറ്റുമുട്ടുന്നവർ മാത്രമല്ല, ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നവരും ഈ ഗവൺമെൻറ് താഴെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറു സംഘം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, 1 ലക്ഷം വീട് കോളനിയിൽ ഒരു ചെറു സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിപ്പിടിക്കുക എന്നതാണ് രാഷ്ട്രീയ തന്ത്രം. ആ നിലക്ക് അൻവറിനെ പുറത്തു നിർത്താൻ പാടില്ല, അൻവറിനെ കൂടി കൂട്ടി ചെയ്യണമെന്നാണ്. പക്ഷേ അതിന് അൻവർ വിഘാതമാകുന്നുണ്ടോ എന്നിടത്തേക്കാണ് ഇന്നത്തെ ചർച്ച പോകുന്നത്. അൻവർ പക്വതയോടെ കാര്യങ്ങൾ കാണണം. ശരി, അൻവർ ഏറ്റവും വലിയ പഠിക്കേണ്ടത് എന്താണ്? സ്മൃതി ഒന്നും കൂടി കൂട്ടിച്ചേർക്കണം അൻവറിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പുറത്തെ വസീഫൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അൻവർ ഒറ്റയ്ക്ക് നിന്ന് ഇടതുപക്ഷ മുന്നണിയെ 3ാം സ്ഥാനത്തേക്ക് മാറ്റി ആണ് ആദ്യത്തെ രംഗപ്രവേശനം ഏറനാട് മണ്ഡലത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയാണ്, അന്ന് പ്രസ്ഥാനമല്ല അയാൾ. തിരിച്ച് പിന്നെ നേരെ വയനാട് ലോക്സഭയിലേക്കാണ് പോയത്. വയനാട് അൻവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവിടെ പോയി അയാൾ പിടിച്ച വോട്ട് എത്രയാണ്? അതും കഴിഞ്ഞ ശേഷം ആദ്യം അദ്ദേഹം തൻ്റെ ശക്തി കാണിച്ചു കൊടുത്തു രാഷ്ട്രീയ നേതൃത്വത്തിൽ. പിന്നീട് ഇടതുപക്ഷ മുന്നണിയെ ഏറനാട്ടിൽ 2ാം സ്ഥാനത്തേക്ക് നീക്കി വയനാടിൽ ഗണ്യമാം വീതം വോട്ടും പിടിച്ചു വന്ന അൻവറിനെ പിന്നീട് ഉപയോഗിക്കാൻ ആര് തീരുമാനിച്ചു? CPM തീരുമാനിച്ചു. CPMന് അൻവറിനെ സ്വീകരിക്കാം, ഉപയോഗിക്കാം. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്ന അൻവറിനെ ഞങ്ങൾ ഉപയോഗിക്കുമ്പം എന്താണ് വസീഫിനും ടീമിനും എത്ര പൊള്ളുന്നത്? ഞങ്ങൾ എല്ലാ ചെറുഘടകങ്ങളെയും ഉപയോഗിക്കും. അതിനിടയ്ക്ക് നാക്കുപിശകളും വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഒരു കാര്യമായ എന്താണ്, അതൊക്കെ ഒരു ഓവുചാരിലെ നീരൊഴുക്കായി കണ്ടാൽ മതി. എല്ലാവരും തിരമാലയായിട്ട് കാണേണ്ട പ്രശ്നങ്ങളൊന്നും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.